അത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഫൈനൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ യു ഡി എഫിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇല്ല, യു ഡി എഫിൻ്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങളിപ്പോൾ ചോദിച്ചു എൽ ഡി എഫിൻ്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിൻ്റെ വോട്ടാണ് പിടിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനം? അല്ല, അത് നമുക്ക് പറയാനായിട്ടില്ല. ഫൈനൽ വരട്ടെ, ഫൈനൽ വരുമ്പോൾ നമുക്ക് പറയാം. അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കാം. അതൊന്നും ഇപ്പോൾ പറയേണ്ട നേരമല്ലല്ലോ. അൻവർ എഫക്റ്റ് അതൊന്നും എനിക്കറിയില്ല. ജനങ്ങളുടെ ഇത് ജനകീയസം, പിണറായിസവും ജനകീയസവും തമ്മിലെ പോരാട്ടം. ഞാൻ റെപ്രസെന്റ് ചെയ്ത ജനകീയസത്തെയാണ്. ഇത് വി ഡി സതീശൻ എന്ത് ഘടകം? ഞാൻ എന്താ പറഞ്ഞത്? ഒരു കുടിയേറ്റ കർഷകൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ 30,000-ൽ കുറയാത്ത വോട്ടിന് അവിടെ ജയിപ്പിച്ചു കൊടുക്കാം. പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണിയടിക്കും. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണം. ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും 30,000 എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് 40,000 മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട. ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ. ഞാൻ ഏറ്റു നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട്. ഇപ്പം എന്താ സ്ഥിതി? ഞാൻ രാജിവെച്ചെന്തിനാ? ഈ പിണറായിസത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നു എന്ന നരേഷനാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജിവെച്ചത്.